എനിക്കറിവുണ്ട് എന്ന് പറയും. ഞാൻ പലരും പറയുന്നതായി കേട്ടിട്ടുണ്ട് എനിക്കറിവുണ്ടെന്ന്. എനിക്ക് അറിവുണ്ട് എന്ന് പറയുന്നത് തന്നെ അറിവില്ല. അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ ആ അറിവ് കിട്ടണമെങ്കിൽ തിരിച്ചറിവിന്റെ യൂണിവേഴ്സിറ്റിയിൽ ബിരുദം എടുക്കണം. പക്ഷെ അതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് സമയം എടുക്കും, ഞാൻ പറയുന്നില്ല. എന്തായാലും ശ്രീനാരായണ ഗുരു പറഞ്ഞ പോലെ ഉള്ളീന്ന് വരണം തിരിച്ചറിവ്, ഉള്ളീന്ന് വരണം അല്ലേ? ഗുരുദേവ അതല്ലേ പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഉള്ളതൊന്നും ഉള്ളതല്ല, ഉള്ളിന്റെ 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 ഉള്ളിലാണ് ഉള്ളതെല്ലാം ഉള്ളത് എന്ന് ഗുരുദേവൻ പറയാണ്. അപ്പൊ ഉള്ളീന്ന് വരണം നമ്മൾക്ക് ഈ തിരിച്ചറിവൊക്കെ. ആ തിരിച്ചറിവില്ലാത്തതുകൊണ്ട് നമ്മുടെ നാടിന് വളരെയധികം പ്രശ്നങ്ങളും വിഷയങ്ങളും ഉണ്ടാവാറുണ്ട് എന്നുള്ളത് നമ്മൾക്കറിയാം. ഒരു മനുഷ്യനായാൽ നന്മയുള്ള മനുഷ്യനാവണം. എത്ര നമ്മളുടെ തൂലിക ചലിക്കുന്നുണ്ടെങ്കിലും അവിടെ അവസാന സന്ദേശമായി നന്മയുടെ പാതയിലേക്ക് നമ്മൾ കൊണ്ടുപോകണം. അതാണ് വേണ്ടത്. ഇവിടെ നമ്മൾക്കറിയാലോ, ഈ സാക്ഷിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പരിപാടികളിലൊക്കെ ഒരുമിച്ച് മുന്നേറുക എന്നുള്ളതാണ്. ഒരുമിച്ച് ആ ഒരുമിക്കുന്നത് കൊണ്ടാണ് എന്തുണ്ടാവുന്നത്? നമ്മുടെ സംഘടന നന്നാവുന്നത്, നമ്മുടെ പ്രസ്ഥാനം നന്നാവുന്നത്, നമ്മുടെ നാട് നന്നാവുന്നത്. നമ്മുടെ നാട് നന്നാവുമ്പോൾ എന്തുണ്ടാവും? നമ്മുടെ ജീവിതം തന്നെയാവും അല്ലേ? സഹനാഭവതു സഹനോ ഭുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വീനാവതീതമസ്തു മാ വിദ്വേഷാവഹൈ ഓം ശാന്തി 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 ഹി ലോക സമസ്ത സുഖിനോ ഭവന്തു അല്ലേ? നമ്മൾ ഒരുമിച്ച് നീങ്ങണം, ഒരുമിച്ചുണ്ണണം, ഒരുമിച്ച് മുന്നേറണം. നമ്മൾ പറയുന്ന ഓരോ വചനങ്ങളും തേജസ്സുള്ളതായിരിക്കണം. നമ്മുടെ മനസ്സിൽ ഒരു വിദ്വേഷമോ വെറുപ്പോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ മനസ്സിൽ വേണ്ടത് നന്മയുടെയും കാരുണ്യത്തിന്റെയും ധർമ്മബോധത്തിന്റെയും പാതയാണ് നമ്മുടെ ശരീരത്തിലേക്ക് കൊണ്ടുവരേണ്ടത്. ലോക സമസ്ത സുഖിനോ ഭവന്തു, ലോകത്തിലുള്ള എല്ലാ സരാചരങ്ങൾക്കും നന്മ വരട്ടെ എന്ന് പറഞ്ഞ നമ്മുടെ ഭാരതം, ആ ഭാരതം മറ്റുള്ളവർക്ക് മാതൃകയാണ്. നമ്മുടെ നാട് മറ്റുള്ളവർക്ക് മാതൃകയാണ്. അത്രയും നല്ലൊരു നാടാണ് നമ്മുടെ ഇന്ത്യ അല്ലേ? ഇന്ത്യയിൽ നമുക്ക് 28 സംസ്ഥാനങ്ങളുണ്ട്. ആ 28 സംസ്ഥാനങ്ങളിൽ ഏറ്റവും നല്ല സംസ്ഥാനം നമ്മുടെ കേരളമല്ലേ? നമ്മുടെ കൈരളിയല്ലേ? ആ കേരളത്തിൽ എന്തെല്ലാം സംവിധാനങ്ങൾ നടക്കുന്നു. ഞാൻ പറയുകയാണെന്നുവെച്ചെങ്കിൽ അതിലെ ഈ സംസ്ഥാനത്തിലെ 14 ജില്ലകളിലെ ഏറ്റവും നല്ല ജില്ല തൃശ്ശൂരാണെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ ദേഷ്യപ്പെടും. അത് ദേഷ്യപ്പെടേണ്ട. തൃശ്ശൂർ ജില്ല എന്ന് ഞാൻ പറയുന്നു. ഞാൻ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടാവില്ല, ദേഷ്യമില്ല. അതുപോലെ 86 പഞ്ചായത്തുകളുണ്ട് നമ്മൾക്ക് അല്ലേ? അതിലെ ഏറ്റവും നല്ല പഞ്ചായത്ത് അതിരമ്പള്ളിയാണ്. ആ അതിരമ്പള്ളി പറയാൻ കാരണം ഏറ്റവും പ്രകൃതി രമണീയമായ സ്ഥലം അത് അതിരമ്പള്ളിയാണ്. ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം. കാരണം നമ്മൾക്ക് വ്യത്യസ്തമായ ഒരു ആലിൽ നിന്ന് 500 പേർക്ക് ഓക്സിജൻ കൊടുക്കും. വ്യത്യസ്തമായ ആലുകൾ പിടിപ്പിച്ച സ്ഥലം, പ്രകൃതി രമണീയമായ സ്ഥലം. ആ സ്ഥലത്ത് നിന്ന് അവിടെ ആമസോൺ കാടുകളിൽ പോയി അത് മനനം ചെയ്ത് ലോകത്തിന് ഓക്സിജൻ കൊടുക്കുകയാണെന്ന്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലാണ്ട് ഭംഗി കൊണ്ട് പറഞ്ഞല്ല. അത്രയും പ്രകൃതി രമണീയമായ സ്ഥലമാണ് നമ്മുടെ നാട്. ആ നാട്ടില് നമ്മൾ ജീവിക്കുമ്പോൾ, ഈ കേരളത്തിലൊക്കെ നമ്മൾ ജീവിക്കുമ്പോൾ എത്ര സുഗമമായി നമ്മൾ ജീവിക്കുന്നു. മറ്റുള്ള നാടുകളിലൊക്കെ വിദേശത്ത് പോയി കഴിഞ്ഞാൽ അറിയാം നമ്മുടെ നാടിന്റെ ആ സുഗന്ധം, ആ നമ്മുടെ നാടിന്റെ ആ യോജിപ്പ്, ആ മതസൗഹാർദ്ദം. ആ സൗഹാർദ്ദമാണ് വേണ്ടത്. അതാണ് ഗുരുദേവൻ പറഞ്ഞല്ലോ, പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ്വര പവിത്രപുത്രനോ കാരുണ്യവാൻ ശ്രീബുദ്ധൻ ഉണ്ണിയേശു നബി മണിമുത്ത് രക്തമോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ നാടിനെ കുറിച്ചിട്ട് പറയുന്നത്. നമ്മുടെ നാട്ടിലുള്ള നബി ആയാലും അതുപോലെ യേശു ആയാലും ശ്രീബുദ്ധനായാലും ഒരുമിച്ച്. അതാണ് മനുഷ്യൻ ഒന്നാണെന്നുള്ള കൺസെപ്റ്റ് വേണമല്ലോ. മനുഷ്യർ ഒന്നാണ്. അതൊക്കെ നമ്മുടെ ഈ തൂലിക ചലിക്കുമ്പോൾ അത് വേണം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെ എന്ന് ഗുരുദേവൻ പറയുമ്പോൾ അതിനെ പ്രൊമോട്ട് ചെയ്യാൻ നമ്മൾക്ക് തയ്യാറാവണം. ഇന്ന് നമ്മുടെ കേരളത്തിന്റെ മോശമായ അവസ്ഥ അതാണ്. ഇവിടെ ഈ സ്റ്റേജിൽ ഇരിക്കുന്നവരൊക്കെ മനുഷ്യരാണെന്നുള്ള കൂട്ടിയൊക്കെ മനുഷ്യൻ അല്ലേ? ജാതിഭേദം മതുദ്ദേശം ഏതുമില്ലാതെ സർവരും സോദരാതേന വാഴും മാതൃകാസ്ഥാനമാണിത്. എത്ര രസകരമായിട്ടാണ്
നമ്മുടെ ഗുരുദേവനൊക്കെ ഇത് അവതരിപ്പിച്ചിരിക്കുന്നത് ചിന്തിച്ചു നോക്കിയാൽ. അപ്പൊ നമ്മൾ ഒരുമിച്ച് നീങ്ങണം. അതാണ് നമ്മുടെ നാടിന് ഗ്ലാനി സംഭവിക്കുമ്പോ, നമ്മുടെ നാടിന് ബുദ്ധിമുട്ട് സംഭവിക്കുമ്പോ, നമ്മുടെ നാടിന് വിഷമം സംഭവിക്കുമ്പോ, യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തഥാത്മാനം സൃജാമയം എന്ന് പറഞ്ഞ പോലെ നമ്മൾ നാട് നന്നാക്കാനുള്ളവരാണ് ഇവിടെ ഈ എഴുത്തുകാര്, ഈ എഴുതുന്നവര്. നിങ്ങൾക്കൊക്കെ വരുന്ന അറിവുകളുണ്ടല്ലോ, അത് ദൈവത്തിന്റെ വരദാനമാണ്. നിങ്ങൾക്കുണ്ടാവുന്ന കഴിവുകളുണ്ടല്ലോ, അത് ദൈവത്തിന്റെ വരദാനമാണ്. ആ വരദാനം സമൂഹത്തിന് വേണ്ടി ഉപയോഗിക്കണം. അതാണ് ഈ നാടിൽ വിഷമം വരുമ്പോ നിങ്ങളുടെ തൂലിക ചലിക്കണം. ഇവിടെ വല്ല തൂലിയും ചലിക്കണ്ട, വല്ല തൂലിയും ചലിക്കണ്ട. വിഷമങ്ങൾ വരുമ്പോ ആ തൂലിക, ആ എഴുത്ത് നമ്മുടെ നാടിന്റെ നന്മയ്ക്കായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതാണ് വേണ്ടത്. മനുഷ്യൻ ഒന്നാണെന്നുള്ള കൺസെപ്റ്റ് നമുക്ക് വേണ്ടേ? ആ കൺസെപ്റ്റ് നമ്മൾക്ക് ഉണ്ടാവും കാലം വരെ. നമ്മുടെ ഈ സാക്ഷി എന്ന് പറയുന്ന ഈ സംഘടന, ആ സംഘടനയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഈ സമൂഹത്തില് മനുഷ്യൻ ഒന്നാണെന്നുള്ളത് നിങ്ങൾക്കറിയാലോ. മനുഷ്യൻ ഒന്നാണെന്നുള്ള കൺസെപ്റ്റാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. അങ്ങനെ കൊണ്ടുവന്നാൽ നമ്മൾ എന്തുണ്ടാവും? നമ്മൾ ആകെ ഒരു 10-70 വർഷമാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? ഒരു 70 വർഷമാണ് ആകെ ജീവിക്കുന്നത്. അതായത് ഒരു 25,567 ദിവസം. അതിലൊരു 8,500 ദിവസം ഉറങ്ങാൻ വേണം മനുഷ്യന്, 8,500 ദിവസം ഉണ്ണാനും വേണം. ബാക്കി കിട്ടുന്നത് 8,567 ദിവസമാണ് ആകെ. ആ 8,567 ദിവസത്തിലാണ് നമ്മൾ ഈ പറയുന്ന പോലെ നന്മയുടെ ലോകം നമ്മൾ സൃഷ്ടിക്കപ്പെടേണ്ടത്. അതാണ് പൂന്താനം പറഞ്ഞത്. എന്താ പറഞ്ഞേ? കൂടെയില്ല ജനിക്കുന്ന നേരത്തും കൂടെയില്ല മരിക്കുന്ന നേരത്തും മദ്യയിങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിനാം നാവൃത എന്ന് ചോദിക്കാനുള്ള കാരണതാ. നമ്മളെപ്പോഴും നമ്മൾ മനുഷ്യർ നന്മയുള്ളവരായിരിക്കണം, അതാണ് പറയുന്നത്. നമ്മളെ മനുഷ്യനായിട്ട് കാണണം. ഇവിടെ ഇരിക്കുന്ന എഴുത്തുകാരൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ ഗുരുക്കന്മാരുണ്ടാവും, അല്ലേ? ഗുരുക്കന്മാരുണ്ടാവും. നമ്മുടെ ശിഷ്യന്മാരിപ്പോ തുളസി സാറിന്റെ ശിഷ്യന്മാരൊക്കെ എത്ര ഉണ്ടാവും എന്നറിയോ? ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ ശിഷ്യന്മാരുണ്ടാവുമല്ലോ. അപ്പൊ ആ ഗുരുക്കന്മാരെ നമ്മൾ നെഞ്ചിലേറ്റണം. അതാണ് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞല്ലോ, ഗുരുത്വമില്ലാത്തവൻ കരുത്തനായാൽ കരുതിക്കുട്ടി തന്നെ വരുത്തും ഇനയേറെ എന്ന് കുഞ്ഞുണ്ണി മാഷ് പറയാനുള്ള കാരണതാ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞു. അപ്പൊ നമുക്ക് ഗുരുത്വം വേണം. നമ്മുടെ രക്ഷിതാക്കളോട് ഗുരുത്വം വേണം, നമ്മുടെ എഴുത്തുകാരോട് ഗുരുത്വം വേണം, നമ്മുടെ നാടിനോട് വേണം, അതുപോലെ നമ്മുടെ നാട്ടുകാരോട് വേണം. അതൊക്കെയാണ് വേണ്ടത്. കാരണം നമ്മൾ മരിച്ചു പോകുമ്പോൾ നമ്മൾ കൊണ്ടുപോകുന്ന എന്താണ്? നമ്മളെ ഈ എഴുത്തിൽ നിന്ന് ഉണ്ടായ ആ സൽക്കർമ്മങ്ങൾ, നമ്മൾ ഇവിടെ പ്രവർത്തിക്കുന്ന ആ നന്മ, ആ കാരുണ്യം, ആ ധർമ്മബോധം, ഇതൊക്കെയാണ് നമ്മൾ മരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകുന്നത്. ഒരു സ്വത്തും കൊണ്ടുപോകുന്നില്ല, അല്ലേ? അലക്സാണ്ടറൊക്കെ പോയത് അങ്ങനല്ലേ? 2 കൈ പുറത്ത് കിട്ടില്ല പോയത്, ഒന്നും കൊണ്ടുപോകാതെ. ആ കഥ പറയുന്നത് കുറെ നേരം പിടിക്കും, ഞാൻ പറയുന്നില്ല. എന്തായാലും നമ്മൾ കൊണ്ടുപോകുന്നത് എന്താണ്? നമ്മൾ മരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകുന്നത് നമ്മൾ ഉണ്ടാക്കിയ സൽക്കർമ്മങ്ങള്. അതുകൊണ്ടാണ് ഗീതയിൽ പറയണല്ലോ, മൃത്യു അനന്തരവയം കർമ്മഫലം മാത്രം മഹാമ. നിങ്ങൾ എന്ത് കർമ്മഫലം ചെയ്യുന്നുവോ ആ കർമ്മഫലം മാത്രമേ നിങ്ങൾ മരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകുന്നുള്ളൂ എന്ന് ഗീതയിൽ പറയുമ്പോ, അത് ബൈബിളിൽ പറയുന്നു, കള്ളൻ തുരന്നു മോട്ടിക്കാത്തതും തുരുമ്പ് പിടിക്കാത്തതുമായ സ്വത്തുക്കളെ സ്വർഗത്തിൽ നിക്ഷേപിക്കുവിൻ എന്ന് ബൈബിളിൽ പറയണു. വമൻ നാമൽ മിസ്കാല ദർറത്തിൻ ഹൈറുൻ യറ വമൻ നാമൽ മിസ്കാല ദർറത്തിൻ ഷറൻ യറ. അത് ഖുർആനിൽ എന്താ പറയുന്നത്? നിങ്ങൾ ഒരു അണിമണി തൂക്കം നന്മ ചെയ്യുന്നുവോ ആ നന്മ മാത്രമേ നിങ്ങൾ മരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകുന്നുള്ളൂ. നിങ്ങൾ ഒരു അണിമണി തൂക്കം തിന്മയാണ് ചെയ്യുന്നതെങ്കിൽ ആ തിന്മ മാത്രമേ നിങ്ങൾ കൊണ്ടുപോകുള്ളൂ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നന്മ ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാവണം. ആ മനസ്സാണ് ഇവിടെ നിന്ന് ഉണ്ടാക്കുന്നത്. അങ്ങനെ മനസ്സുണ്ടാക്കണമെങ്കിൽ നമ്മുടെ ആത്മാവിനെ പരിശുദ്ധമാക്കാനും പാവനമാക്കാനും പവിത്രമാക്കാനും ധന്യമാക്കാനും നമുക്ക് കഴിയണം. അങ്ങനെ എല്ലാവർക്കും കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചുരുക്കിയാണ്. എന്തായാലും നമ്മുടെ ഈ സംഘടന താജ്മഹൽ പോലെ സുന്ദരമാവട്ടെ എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ ഈ സംഘടന കുത്തുബ് മിനാർ പോലെ ഉന്നതമാവട്ടെ, ഈ സംഘടന ചെങ്കോട്ട പോലെ ഭദ്രമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ശ്രീ